ഹലോ. ഓരോ ആഘോഷങ്ങൾ വരാൻ കാത്തിരിക്കുകയാണ് പെൺപിള്ളേർ വീട്ടിൽ പോകാൻ. 2 ദിവസം അല്ലെച്ചെങ്കിൽ ഒരു ഒരു ഡേ എങ്കിലും സമാധാനത്തോടെ നിന്ന് വരാലോ, തിരിച്ച് വിളിക്കത്തില്ലല്ലോ, അങ്ങനൊരു ശുഭാപ്തി വിശ്വാസത്തോടെ പെൺപിള്ളേർ കാത്തിരിക്കുന്ന ദിവസങ്ങളാണ് വിഷു, ഓണം, അല്ലെങ്കിൽ പെരുന്നാൾ, അങ്ങനെ അങ്ങനെ ഓരോ ആഘോഷങ്ങളും അല്ലേ. നമ്മൾ പെൺപിള്ളേർക്ക് ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും കേട്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. ഫാമിലീനെ ഡിറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഓരോ വ്യക്തികളും അനുഭവിക്കുന്ന വല്ലാത്തൊരു മാനസിക പിരിമുറുക്കം കൂടിയാണ് ഇക്കാര്യം അല്ലേ. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? നമുക്ക് എത്രയൊക്കെ കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ സുഖമാണെന്ന് പറഞ്ഞാലും ഒന്നും ഓടിപ്പോയി വീട്ടിൽ മുഖം കാണിച്ച് വരുമ്പോൾ നമ്മൾ പെൺപിള്ളേർക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ, അങ്ങനെ ആക്ഷേപിക്കുകയല്ല, എന്നാലും പറയുകയാണ്. പിന്നെ എങ്ങനെയുണ്ട് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? വിഷു എത്രത്തോളം ആഘോഷിക്കാൻ പറ്റി? എത്രത്തോളം ഹാപ്പിയായി? പോരട്ടെ, നിങ്ങളുടെ കമൻസിലൂടെ എനിക്കും അറിയണ്ടേ നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം ഞാനും അതിന് വെമ്പി നിൽക്കുകയാണെന്ന് നിങ്ങൾ കരുതിക്കോ. നമ്മളെ രാവിലെ കോഴിക്കോട് നിന്ന് മലപ്പുറത്തെത്തി. വീട്ടിൽ ഫുഡ് ഉണ്ടായിരുന്നു, അത് കഴിച്ച് കുറച്ച് നേരം നമ്മൾ വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്തതിന് ശേഷം എഴുത്തിമ്മയുടെ വീട്ടിൽ പോയിട്ടോ. എഴുത്തിമ്മയുടെ വീട്ടിൽ ഏട്ടനും അച്ഛനും അമ്മയും പിന്നെ ഒരു അച്ഛമ്മയും ഉണ്ട്. അപ്പോൾ കുറേ ദിവസമായി കാണണം എന്ന് ആഗ്രഹം പറയണു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ നമ്മൾ പെൺപിള്ളേർക്ക് ഓരോരോ ആൾക്കാരെയും കുടുംബക്കാരെയൊക്കെ കാണാൻ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞങ്ങളെല്ലാവരും കൂടി പോയി കണ്ടു. എന്താ പറയുക, ഭയങ്കര സന്തോഷമായിരുന്നു. ഇന്ന് കുറേ ആൾക്കാരെ കണ്ടു. കുറേ എന്താ പറയുക, നമുക്കതൊക്കെ ബ്ലെസ്സിങ് ആണല്ലേ. ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അറ്റാച്ച്മെൻറ്റും ഒക്കെയുള്ള ആൾക്കാരാകുമ്പോൾ, എക്സ്പെഷ്യലി എനിക്ക് അങ്ങനെയാണ്. ഞാനത് കീപ്പ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്ന ആളുമാണ്. അപ്പോൾ ഇന്ന് അവരെയൊക്കെ കണ്ടു വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ 8:30 നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം പടക്കം പൊട്ടിക്കലും ആഘോഷങ്ങളും ഇതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. എൻ്റെ സന്തോഷങ്ങളും എൻ്റെ ദുഃഖങ്ങളും എൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ഓരോരുത്തരും നിറഞ്ഞ സാന്നിധ്യം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തന്നിരിക്കും അല്ലേ. അപ്പോൾ വൈകിട്ടാണെച്ചെങ്കിലും ഹാപ്പി വിഷു നൈറ്റ്.